വിശദമായ വാർത്തകളിലേക്ക്. മരുസാഗർ എക്സ്പ്രസിൽ യാത്രക്കാരന് കുത്തേറ്റു. പരപ്പനങ്ങാടി സ്വദേശി ദേവദാസിനാണ് കുത്തേറ്റത്. വാക്കുതർക്കത്തെ തുടർന്ന് സഹയാത്രികൻ കുപ്പി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. കുത്തിയ ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സിയാദിനെ RPF പിടികൂടി. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഒരു ട്രെയിൻ ആക്രമണത്തിൻ്റെ വാർത്തകളും ദുരന്തങ്ങളുമൊക്കെ അത്രയങ്ങ് ശമിച്ചിട്ടില്ലാത്ത സമയമാണ്. ഇതിനിടെയാണ് വീണ്ടും ട്രെയിനിൽ ഇത്തരമൊരു വലിയ ആക്രമണം ഉണ്ടായതായി നമുക്ക് ഈ വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായിരുന്നു സാഹചര്യം? എന്തൊക്കെയാണ് സംഭവിച്ചത്? കമലേഷ്, ഇന്നലെ രാത്രി 10:42 ഷൊർണൂരിൽ വെച്ച് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. മരുസാഗർ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് സഹയാത്രികന് നേരെ യാത്രക്കാരൻ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിൽ പരിക്കേറ്റത് മലപ്പുറം പരപ്പനങ്ങാടി ചിറയമംഗലം സ്വദേശി അച്ഛൻ പാട്ട് ഹൗസിൽ ദേവദാസിനായിരുന്നു ഈ സംഭവത്തിൽ പരിക്കേറ്റത്. ഈ ദേവദാസിനെ കുത്തിയ സംഭവത്തിൽ പ്രതി ഗുരുവായൂർ തൈക്കാട് സ്വദേശി രായം മരക്കാർ സിയാദിനെ കേരള റെയിൽവേ പോലീസ് പിടികൂടിയിട്ടുണ്ട്. RPF അല്ല, കേരള റെയിൽവേ പോലീസാണ് ഈ പ്രതിയെ പിടികൂടിയത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ പ്രതി മദ്യലഹരിയിലായിരുന്നു എന്നാണ് കേരള റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നത്. ഇത് കേരള ഗവൺമെൻറ് റെയിൽവേ പോലീസ് ഷൊർണൂർ SI അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതി സിയാദിനെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. മരുസാഗർ എക്സ്പ്രസിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ മദ്യലഹരിയിൽ കയറിയ പ്രതി പിന്നീട് സീറ്റിനെ ചൊല്ലി തർക്കമുണ്ടാക്കുകയായിരുന്നു. അതിനുശേഷം ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഈ സിയാദ് പോകുന്നതിനിടെ അത് തടയാൻ ദേവദാസ് ശ്രമിച്ചു. ആ സംഭവത്തെ തുടർന്നാണ് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഈ മരുസാഗർ എക്സ്പ്രസ് ഷൊർണൂരിൽ എത്തുന്നതിന് മുൻപായി ഈ 10:42 അതിന് തൊട്ടടുത്തുള്ള ഒരു സിഗ്നലിൽ വണ്ടി നിർത്തിയിടുന്നുണ്ട്. അങ്ങനെ വണ്ടി നിർത്തിയിട്ട സമയത്താണ് ഈ പ്രതി സിയാദ് റെയിൽവേ ട്രാക്കിലേക്ക് ചാടി ഇറങ്ങുകയും അവിടെയുണ്ടായിരുന്ന ഒരു കുപ്പി എടുത്ത് അത് പൊട്ടിച്ച് തിരികെ കയറി ഈ ദേവദാസിൻ്റെ കണ്ണിന് താഴെ കുത്തുകയുമാണ് ഉണ്ടായത്. പരിക്കേറ്റ ദേവദാസിനെ ഉടൻ തന്നെ ഈ റെയിൽവേ പോലീസ്, കേരള ഗവൺമെൻറ്റിൻ്റെ റെയിൽവേ പോലീസ് എത്തി അവിടെ നിന്നും നേരെ ഷൊർണൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ പ്രാഥമികമായ ചികിത്സ നൽകുകയും ചെയ്തു. കണ്ണിൻ്റെ താഴെ ആണ് ഈ ഒരു അക്രമം ഉണ്ടായത് എന്നതിനാൽ തന്നെ, പരിക്കേറ്റത് എന്നതിനാൽ തന്നെ ദേവദാസിനെ പിന്നീട് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവിടെ നിന്നും റെഫർ ചെയ്യുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ദേവദാസിനെ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ദേവദാസിൻ്റെ കണ്ണിൻ്റെ പരിക്ക് സംബന്ധിച്ച ഒരു വിശദമായ പരിശോധന ആവശ്യമാണെന്ന് ഡോക്ടർമാർ പറയുന്നു. അതേസമയം തന്നെ പരിക്ക് ഗുരുതരമല്ല എന്നും പറയുന്നുണ്ട്. ഈ അക്രമത്തിനിടെ പ്രതി സിയാദിൻ്റെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും പ്രതി ഇപ്പോൾ ഉള്ളത് കേരള ഗവൺമെൻറ് റെയിൽവേ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അവിടെ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ ഇന്ന് തന്നെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അധികൃതർ അറിയിക്കുന്നുണ്ട്. കമലേഷ്, റിയാസ്, ഇതിലിപ്പോൾ ഈ സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങളാണ് എല്ലാ കാലത്തും ഇത്തരം അപകടങ്ങളും ആക്രമണങ്ങളും ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ തരത്തിൽ പോലീസ് സാന്നിധ്യം ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നോ? വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചത് ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതയുടെ ഭാഗമായി തന്നെയാണോ? കമലേഷ്, പ്രത്യേകിച്ച് നമ്മുടെ മുൻപിൽ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് നിലനിൽക്കുന്നുണ്ട്. കാരണം ആ സംഭവത്തിൽ പ്രതി ഷാറൂഖ് സൈഫി ഷൊർണൂരിൽ നിന്നും അന്ന് കയറി പിന്നീട് എലത്തൂരിലെത്തി. അത് ഉണ്ടായിരുന്നത് റിസർവ് കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. D1 D2 ബോഗികളിലായിരുന്നു. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിലെ ആ കമ്പാർട്ട്മെൻറ്റുകളിലായിരുന്നു അന്ന് ആക്രമണം നടന്നിരുന്നത്. കാരണം പ്രതി അതിനു മുൻപ് ടിക്കറ്റൊന്നും എടുത്തിരുന്നില്ല എന്ന് ഒരു വിവരം ലഭിക്കുന്നുണ്ട്. ആ സംഭവത്തിൽ പ്രതി ഇപ്പോൾ NIA കസ്റ്റഡിയിലാണ്. അതിനുശേഷം ഇപ്പോൾ ജയിലിലാണ്, ജുഡീഷ്യൽ റിമാൻഡിൽ കഴിയുകയാണ്. NIA ആണ് ആ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതിനുശേഷം ഈ ട്രെയിനിലെ സുരക്ഷ സംബന്ധിച്ച് വലിയ ചർച്ച ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തെ സംഭവത്തിൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഈ സംഭവം നടന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ്. പ്രതി മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഈ സീറ്റിനെ സംബന്ധിച്ച് രണ്ടുപേർ തമ്മിലുള്ള വാക്കുതർക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. പ്രതിയുടെ കയ്യിൽ മറ്റ് ആയുധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു. ഈ സിഗ്നലിൽ ട്രെയിൻ നിർത്തിയപ്പോൾ റെയിൽവേ ട്രാക്കിൽ കണ്ട ഒരു കുപ്പി എടുത്ത് അത് പൊട്ടിച്ചാണ് ഈ സഹയാത്രികൻ്റെ കണ്ണിന് താഴെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത് എന്ന് പോലീസ് വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സുരക്ഷാ വീഴ്ചയെ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കില്ലെങ്കിലും
യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് ഇത്തരത്തിൽ ട്രെയിനിൽ നിരന്തരം ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. മാത്രമല്ല, നേരത്തെ ഈ ഷാറൂഖ് സൈഫിയുടെ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് ഈ കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ, അതായത് കണ്ണൂർ ഷൊർണൂർ റൂട്ടിൽ വെച്ച് ഒരു യാത്രികനെ ട്രെയിനിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് ആ യാത്രികൻ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് എന്ന് പറയുന്ന വലിയ രാജ്യം ശ്രദ്ധിച്ച ഒരു കേസ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഇന്നലെ ഇപ്പോൾ ഷൊർണൂരിൽ വെച്ച് മരുസാഗർ എക്സ്പ്രസിൽ വെച്ച് സഹയാത്രികനെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന വിധത്തിലേക്ക് ജനറൽ കമ്പാർട്ട്മെന്റിൽ വെച്ചാണെങ്കിൽ പോലും ഒരു സംഭവം ഉണ്ടാകുന്നു. അതായത് യാത്രക്കാർക്ക് സുരക്ഷ നൽകേണ്ടുന്ന ഒരു സാഹചര്യം, ആ സുരക്ഷ ഏറ്റവും അനിവാര്യമാണ് എന്ന് വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഈ റെയിൽവേ, പ്രത്യേകിച്ച് ട്രെയിൻ യാത്രക്കിടയിലെ സുരക്ഷ സംബന്ധിച്ച വലിയ ചോദ്യം ഉയർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് സംവിധാനം, റെയിൽവേ പോലീസ്, അത് കേരള ഗവൺമെൻറ്റിൻ്റെ റെയിൽവേ പോലീസായാലും ഇനി RPF ആയാലും ഒക്കെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോലും ഒരുക്കേണ്ടുന്ന സാഹചര്യമാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കമലേഷ്, വ്യക്തമാണ്. ഷൊർണൂരിൽ മരുസാഗർ എക്സ്പ്രസിൽ യാത്രക്കാരന് കുത്തേറ്റു. പരപ്പനങ്ങാടി സ്വദേശി ദേവദാസിനാണ് കുത്തേറ്റത്. വാക്കുതർക്കത്തെ തുടർന്ന് സഹയാത്രികൻ കുപ്പി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. കുത്തിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സിയാദിനെ RPF പിടികൂടുകയായിരുന്നു. റിയാസ് KMR ആണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.